അപ്പൊ ഗൈസ് ഞാൻ നേപ്പാളിലേക്ക് പോവാണ്. നേപ്പാളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറൻസി ചേഞ്ച് ചെയ്യണം. അപ്പം ഇന്ത്യയിലെ 1 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ നേപ്പാളിലെ 1.6 അതായത് 1000 രൂപ നിങ്ങൾ ഇന്ത്യത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1600 നേപ്പാളി കിട്ടും. അപ്പൊ ഇതാ ഞാൻ കുറച്ച് നേപ്പാളി പൈസ കയ്യിൽ ആക്കിയത് കേട്ടോ. ഇതാണ് നേപ്പാളിലെ 1000 രൂപ കേട്ടോ, കണ്ടില്ലേ? ഇതാണ് നേപ്പാളിലെ 1000 രൂപ. ഇതിന്റെ ബാക്ക് സൈഡിൽ കണ്ടോ ആനേന്റെ ഫോട്ടോ ആണ് കേട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ 1000 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നേപ്പാളിലെ 500 രൂപയാണ്. ഇതിന്റെ ബാക്കിൽ ഇതാ കടുവേന്റെ ഫോട്ടോ ആണ് കേട്ടുള്ളത്, കടുവേന്റെ അല്ലേ. ഇതൊക്കെ 500 ഇത് നേപ്പാളിലെ 100 രൂപയാണ്. ഇതിന്റെ ബാക്കിൽ കണ്ടാമൃഗത്തിന്റെ ഫോട്ടോ ആണ്. പിന്നെ ഈ നോട്ടിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് മറ്റേ ഹിമാലയത്തിന്റെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ, അല്ലേ? ഹിമാലയ പർവ്വത തോന്നുന്നുണ്ട്, ഇത് കറക്റ്റായിട്ട് അറിയില്ല. അതേപോലെ തന്നെ ഇനിയിപ്പം 50 രൂപ കാണിക്കുകയാണെങ്കിൽ ഇതാ 50 രൂപയുടെ ബാക്കിൽ പുലിയ തോന്നുന്നുണ്ട്. ഇവര് മൃഗങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളാ തോന്നുന്നുണ്ട്. അതാണ് ഈ എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഈ നോട്ടിന്റെ ബാക്കിൽ. ഇതാ ഇത് 10 രൂപയുടെ നോട്ടാണ്. 10 രൂപയുടെ നോട്ടിന്റെ ബാക്കിൽ മാനാണ് കേട്ടുള്ളത്. അപ്പോൾ സംഭവം ഇതാണ് നേപ്പാളിലെ പൈസ. അത്യാവശ്യം ഞാൻ ഇപ്പൊ റിച്ച് ആയിരുന്നു കേട്ടോ നേപ്പാളിലെ പൈസ കൊണ്ട്, ആണല്ലേ?